വെൽക്കം. തഹ്മനാണ്. ഓൺഡാൻസെട്രോൺ പോലെ വൊമിസെറ്റ് എന്നൊക്കെ പേരുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ആന്റി വൊമിറ്റിംഗ് ഛർദിൽ കുറയ്ക്കുന്ന അല്ലെങ്കിൽ തടയുന്ന മരുന്നടങ്ങിയ 5-HT3 റിസപ്റ്റർ ആന്റഗോണിസ്റ്റ് ഗ്രൂപ്പുകൾ. ഈ ഗ്രൂപ്പുകളെ പറ്റിയിട്ടുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് പറയേണ്ടത് ഏതെല്ലാമാണ് മരുന്നുകൾ, ഓരോന്നിന്റെയും പ്രത്യേകതകൾ, അത് എങ്ങനെ പ്രവർത്തിക്കുന്നു, എവിടെയെല്ലാം ഉപയോഗിക്കാം, എവിടെയെല്ലാം പ്രയോജനമില്ല, ഉപയോഗങ്ങളില്ലാത്തത്, ദെൻ എന്തെല്ലാമാണ് ദോഷഫലങ്ങൾ. സോ ഇതെല്ലാമാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാം. നമുക്ക് ആദ്യം ഏതെല്ലാമാണ് മരുന്നുകൾ എന്ന് നോക്കാം. സോ ആദ്യം വന്നതും ഏറ്റവും ഫേമസ്, ഏറ്റവും വൈഡ് ആയിട്ട് യൂസ് ഉള്ള ഇതാണ് ഓൺഡാൻസെട്രോൺ എന്ന് പറയുന്ന മരുന്നാണ്. ദെൻ ഗ്രാനിസെട്രോൺ ഉണ്ട്, പലോണസെട്രോൺ ഉണ്ട്, രാമോസെട്രോൺ, ഇതൊക്കെ വൈഡ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ദെൻ പിന്നെയുള്ളത് ട്രോപ്പിസെട്രോൺ ആണ്. ദെൻ അലോസെട്രോൺസ്, ഡോലാസെട്രോൺ ഉണ്ട്, അസാസെട്രോൺ ഉണ്ട്, ഇൻഡിസെട്രോൺ. സോ ഇതെല്ലാമാണ് മറ്റ് സെട്രോൺസ്. സോ സെട്രോൺസ് എന്നാണ് വിളിക്കുക. നോക്കി എല്ലാത്തിന്റെയും അവസാനം ഞാൻ സെപ്പറേറ്റ് സെട്രോൺ എന്ന് മാറ്റി എഴുതിയിട്ടുണ്ട്. സോ ദീസ് ആർ കോൾഡ് ആസ് സെട്രോൺ. നമുക്ക് ആദ്യം ഇവിടെ പ്രവർത്തന രീതി എന്താന്ന് പറയാം. സോ ഇത് മനസ്സിലാകുമ്പോഴത്തെ ഗുണം എന്ന് വെച്ചാൽ ഏതെല്ലാം ഛർദിലിൽ ഇവ ഉപയോഗിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാവും. അപ്പൊ എല്ലാ തരം ഛർദിലിനും ഉപയോഗിക്കേണ്ട കാര്യമില്ല എന്ന് നമുക്ക് മനസ്സിലാണെങ്കിൽ മെക്കാനിസം ആക്ഷൻ നോക്കിയാൽ മതി. അതിനുമുമ്പ് ഛർദിലിനെ പറ്റി ഒരു വാക്കുകൾ, ഛർദിൽ അത്യാവശ്യം നല്ലൊരു ഗുണമാണ് കേട്ടോ. നമ്മുടെ ശരീരത്തിനകത്ത് എന്തെങ്കിലും ഹാനികരമായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ അവ വയറ്റിലൂടെ ദഹനേന്ദ്രിയത്തിലൂടെ പുറന്തള്ളാൻ, നമുക്കതാണുള്ള പ്രധാനപ്പെട്ട മാർഗം. അതിലൂടെ പുറന്തള്ളാനുള്ള പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് ശരീരത്തിന്റെ. പക്ഷെ നമുക്കത് ഇഷ്ടമല്ല, അതൊരു ബുദ്ധിമുട്ടാണ്, അതൊരു പ്രശ്നമാണ് എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രശ്നം. പിന്നെ എല്ലാ ഛർദിലും നല്ലതുമല്ല. നമ്മുടെ ബ്രെയിനിന്റെ ഏറ്റവും അടിഭാഗം, ഇപ്പൊ ബ്രെയിൻ ജസ്റ്റ് എന്ന് വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് ഏറ്റവും അടിഭാഗം. ഇത് സ്പൈനൽ കോഡാണ്, ഇത് മെഡുല്ലയാണ്, ഇത് കഴിഞ്ഞ പോൺസ് ഉണ്ട്, ഇത് കഴിഞ്ഞ മിഡ് ബ്രെയിൻ ഉണ്ട്. ദെൻ പിന്നെ ഇവിടെ ബ്രെയിൻ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇതാ ഇവിടെ സെറിബെല്ലം ഉണ്ട്. ഇതാണ് ബ്രെയിന്റെ ഏറ്റവും അടിഭാഗം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ തൊട്ടുമുകളിൽ പോൺസ്. സോ ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ എങ്കിലും പ്രധാനമായിട്ടും ഈ മെഡുല്ലയുടെ ഈ ഭാഗത്ത് ദിസ് ഏരിയ, ഇവിടെ ഒരു ഏരിയ ഉണ്ട്. പ്രധാനമായിട്ടും ഇവിടെ ഉള്ള ഒരു ഏരിയ, ആ ഏരിയയുടെ പേര് വൊമിറ്റിംഗ് സെന്റർ എന്നാണ്. വൊമിറ്റിംഗ് സെന്റർ എന്ന് അതിന് നമ്മൾ വിളിക്കും, ഛർദിൽ സെന്റർ. സോ ഇവിടെ ഹൈലി ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള നെറ്റ്വർക്ക് ഓഫ് ന്യൂറോൺസ് ഉള്ള ഒരു സ്ഥലമാണ് ഈ വൊമിറ്റിംഗ് സെന്റർ എന്ന് വെച്ചാൽ. ഒറ്റൊരു സെന്റർ അല്ല, 2-3 ആൾക്കാർ കൂടി ചേർന്നിട്ട് ഹൈലി ഇന്റർ കണക്റ്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ വയറ്റിൽ നിന്നും അല്ലെങ്കിൽ മറ്റു ഭാഗത്തു നിന്നും വരുന്ന ഇൻഫർമേഷൻ, സോ ഇത് താഴത്താണ്. അപ്പോൾ വയറ്റിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഇൻഫർമേഷൻ ഇവിടെ വരും. സോ എല്ലാം കൂടി ചേർന്ന് പോകുന്ന എല്ലാ ഇൻഫർമേഷനെയും കോമൺ പാത്ത് വേ എത്തുന്നത് മെഡുല്ലയിലാണ്, ബ്രെയിന്റെ ആദ്യ ഭാഗമായിട്ടുള്ള മെഡുല്ലയിലാണ്. സോ ഈ മെഡുല്ലയിലാണ് വൊമിറ്റിംഗ് സെന്റർ. ദെൻ തലച്ചോറിൽ നിന്ന് വരുന്ന സാധനങ്ങളും ഇവിടെ മെഡുല്ലയിൽ എത്തുന്നുണ്ട്, അവിടെയും. രണ്ടും കൂടി ചേരുന്ന സ്ഥലമാണ് ഈ മെഡുല്ല എന്ന് പറയുന്നത്. സോ വൊമിറ്റിംഗ് സെന്റർ. സോ ഈ വൊമിറ്റിംഗ് സെന്റർ ബ്രെയിനിന്റെ ഒരു ഭാഗമാണ്. പക്ഷെ ഇത് ബ്ലഡ് ബ്രെയിൻ ബാരിയറിന്റെ പുറത്താണ്. എന്ന് വെച്ചാൽ ഇവിടുത്തെ ബ്ലഡ് വെസൽസിൽ, ഇവിടെ വരുന്ന ബ്ലഡ് വെസൽസിൽ ഇത് ബ്രെയിനിലെ ബ്ലഡ് വെസൽ ആണെങ്കിൽ സാധാരണ അതിന്റെ പുറത്ത് ഇങ്ങനെ ഒരു കവറിംഗ് ഉണ്ടായിരിക്കും അല്ലെ. ഈ കവറിംഗ് ഇവിടെ ഇല്ല. ദാറ്റ് മീൻസ് ദിസ് ഈസ് ഔട്ട് ഓഫ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ ആണ്. സോ ബ്ലഡിൽ എന്തെങ്കിലും സാധനങ്ങൾ ഇവിടെ എത്തുകയാണെങ്കിൽ ഇവിടുത്തെ ന്യൂറോൺസ് എക്സൈറ്റഡ് ആകും അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് ആകും, പ്രതികരിക്കും. ഇങ്ങനെ ഈ വൊമിറ്റിംഗ് സെന്റർ ആക്ടിവേറ്റഡ് ആകാൻ അപ്പോൾ ബ്ലഡിലൂടെ എന്തെങ്കിലും വരണം. പക്ഷെ എപ്പോഴും ബ്ലഡിലൂടെ എല്ലാം വരണമെന്നില്ല. അങ്ങനെ പറ്റാത്ത, നമ്മുടെ ശരീരത്തിന് പറ്റാത്ത അല്ലെങ്കിൽ ദോഷകരമായ സംഭവം ഉണ്ട് എന്ന് ഇത് എങ്ങനെ അറിയും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഈ വൊമിറ്റിംഗ് സെന്ററിൽ തന്നെയുള്ള ഒരു ഏരിയ ഉണ്ട്. അതിന്റെ പേര് ഏരിയ പോസ്ട്രീമ എന്നാണ്. ഏരിയ പോസ്ട്രീമ എന്ന് പറയുന്ന സെന്റർ ഉണ്ട്. സോ ഇത് ബ്രെയിനിന്റെ ഫോർത്ത് വെൻട്രിക്കിൾ ഒക്കെ അറിയാമെങ്കിൽ അതിന്റെ ഫ്ലോറിലാണ് ഇരിക്കുക. ആൻഡ് ഏരിയ പോസ്ട്രീമ ഉള്ള ഈ ഭാഗം അത് നമ്മൾ CTZ എന്നാണ് പറയുക. കീമോ റിസപ്റ്റർ ട്രിഗർ സോൺ എന്ന് വെച്ചാൽ കീമോ കെമിക്കൽ, എന്തെങ്കിലും കെമിക്കൽസ് ഒന്നും അവിടെ പിടിച്ചു കഴിഞ്ഞാൽ അതിന് ട്രിഗർ ചെയ്യും, ഭയങ്കരമായിട്ട് വർദ്ധിപ്പിക്കും. സോ ഇവിടെ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ഇല്ല. പലതരത്തിലുള്ള റിസപ്റ്റേഴ്സോ, ഇതാണ് ഇപ്പോൾ ഈ കീമോ റിസപ്റ്റർ ട്രിഗർ സോൺ എങ്കിൽ പലതരത്തിലുള്ള റിസപ്റ്റർ ഉണ്ട്. ഇപ്പോൾ NK1 എന്ന് പറയുന്ന തരം റിസപ്റ്റർ ഉണ്ട്, ന്യൂറോകൈനിൻ റിസപ്റ്റേഴ്സ് ആണ്. ദെൻ ഡോപ്പമിന്റെ D2 റിസപ്റ്റേഴ്സ് അവിടെയുണ്ട്. ദെൻ നമ്മൾ എന്ന് പറയുന്ന 5-HT3 റിസപ്റ്റേഴ്സും അവിടെയുണ്ട്, 5-HT3 റിസപ്റ്റേഴ്സ്. ദെൻ മ്യൂ ഓപ്പിയോയിഡ് റിസപ്റ്റേഴ്സ് അവിടെയുണ്ട്, മ്യൂ ഓപ്പിയോയിഡ് റിസപ്റ്റേഴ്സ് ഉണ്ട്. ദെൻ കനാബിഡയോൾ അല്ലെങ്കിൽ കനാബിനോൾ CB റിസപ്റ്റേഴ്സും അവിടെയുണ്ട്. സോ ഇതെല്ലാം നമുക്കറിയാം, ഇതെല്ലാം ഛർദിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. സോ ഇങ്ങനെയുള്ള റിസപ്റ്റേഴ്സ് ഉണ്ട്. സോ ഇത് ആക്ടിവേറ്റഡ് ആകും, കെമിക്കൽസിനകത്ത് വരുമ്പോൾ ഇത് കാണും, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ദേ വിൽ ബി ആക്ടിവേറ്റഡ്. സോ ഇതിനെ തടഞ്ഞാലോ, ഇതിനെ തടഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഛർദിൽ നിൽക്കും. സോ ഇവിടെ 5-HT3 ഇവിടെ ഉള്ള നമ്മൾ 5-HT3 റിസപ്റ്റേഴ്സ് ആണല്ലോ ഇത് പ്രവർത്തിക്കും. സോ അതിനെ തടഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഛർദിൽ നിൽക്കും. പക്ഷെ ഇവിടെ ഒരു കാര്യം, ബ്ലഡിലൂടെ ഈ സാധനങ്ങൾ ഏതെങ്കിലും വരണം. ഇനി ഇവിടെ തന്നെ വേറൊരു സെന്റർ കൂടിയുണ്ട്, വേറൊരു ഏരിയ കൂടിയുണ്ട്. അതിന്റെ പേര് ഞാൻ ഇപ്പുറത്ത് വരയ്ക്കാം. അതിന്റെ പേര് NTS എന്നാണ്, ന്യൂക്ലിയസ് ട്രാക്ടസ് സോളിറ്റാരിസ് ആണ്. സപ്പോസ് ഇതാണ് അത് എന്ന് വിചാരിക്കാം, ന്യൂക്ലിയസ് ട്രാക്ടസ് സോളിറ്റാരിസ്. സോ ഇതുമായിട്ട് ഹൈലി ഇന്റർ കണക്റ്റഡ് ആണ്. ഇതിലെന്തെങ്കിലും നടന്നാൽ ഇവരറിയും, ഇവിടെ എന്തെങ്കിലും നടന്നാൽ ഇവരറിയും. സോ ഇവിടെയും ശരീരഭാഗങ്ങളിൽ നിന്നുള്ള പല കണക്ഷൻ ഉണ്ട്. ഉദാഹരണത്തിന് സ്പ്ലാഞ്ചി കണക്ഷൻ ഉണ്ട്, സ്പ്ലീൻ എന്നൊക്കെ ഉള്ള കണക്ഷൻ ഉണ്ട്. ചെവിയിൽ നിന്നുള്ള
ചെവിയും ഛർദിലായിട്ട് ബന്ധം നമുക്ക് തന്നെ അറിയാം. ചെവിയിൽ നിന്നുള്ള കണക്ഷൻ ഇവിടെയുണ്ട്. സെറിബെല്ലം ശരീരത്തിന്റെ മൂവ്മെന്റുകൾ നിയന്ത്രിക്കുന്നതാണ്. അവിടെ നിന്നുള്ള കണക്ഷൻ ഇവിടെയുണ്ട്. സോ ഇതെല്ലാം ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ ഇവിടെയും ഛർദിൽ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇവിടെയും റിസപ്റ്റേഴ്സ് ഉണ്ട്. വിവിധ തരത്തിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള റിസപ്റ്റേഴ്സ്. H1 ഇവിടെയുള്ള പ്രധാനം H1 റിസപ്റ്റർ ആണ്, ഹിസ്റ്റമിനിക് റിസപ്റ്റർ. അപ്പോൾ ഇവിടെ ആയിരിക്കും M3 അസറ്റൈൽ കോളിൻ M3 റിസപ്റ്റേഴ്സ് ഉണ്ട്, മ്യൂ റിസപ്റ്റേഴ്സ് ഉണ്ട്, ദെൻ D2 റിസപ്റ്റേഴ്സ് ഉണ്ട്, ന്യൂറോകൈനിൻ റിസപ്റ്റേഴ്സ് ഉണ്ട്. സോ ഇങ്ങനെയൊക്കെയുള്ള റിസപ്റ്റേഴ്സ് ഇവിടെ ഉണ്ട്. സോ ഇത് 5T3 ആണെന്ന് കൂട്ടുക, അതും ഇവിടെയുണ്ട്. സോ ഇതിനെ തടഞ്ഞു കഴിഞ്ഞാൽ നമുക്കപ്പോൾ ഛർദിൽ നിർത്താൻ പറ്റും. അപ്പൊ നമുക്കറിയേണ്ടത് എങ്ങനെയാണ് ഇവിടെ ഈ റിസപ്റ്റേഴ്സ് ആക്ടിവേറ്റഡ് ആവുക എന്നുള്ളതാണ്. ന്യൂക്ലിയസ് ട്രാക്ടർ സോളിറ്റാരിസിലുള്ള റിസപ്റ്റേഴ്സ് എങ്ങനെ ആക്ടിവേറ്റഡ് ആകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോ വയറ്റിൽ നിന്നാണ് ഛർദിൽ തുടങ്ങുക. വയറ്റിൽ നിന്ന് ആരെങ്കിലും ഇവിടെ എത്തണം. അത് ഏത് നെർവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഗസ് നെർവാണ്. വാഗസ് നെർവ്. അപ്പൊ നമ്മൾക്ക് ഇവിടെ വയറ് വരയ്ക്കാം. വയറിനകത്തുള്ള ഇത് ഇൻഡസ്റ്റൈൻ ആണെന്ന് വരയ്ക്കുക. ഇൻഡസ്റ്റൈൻ്റെ ഒരു സെൽ ഭാഗം ഞാൻ വരയ്ക്കുകയാണ്. ഇൻഡസ്റ്റൈൻ്റെ സെൽസ് നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുക, എൻഡറോസൈറ്റ്സ് ഇങ്ങനെ വരയ്ക്കും. ഞാൻ ഇച്ചിരി ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത് വരയ്ക്കുകയാണ്. ഇതെല്ലാം എൻഡറോസൈറ്റ്സ് ആണെന്ന് വരയ്ക്കുക. ഇതിനിടയിൽ ദർ ആർ സർട്ടൺ സെൽസ്. ആ സെൽസിന്റെ പേര് എൻഡറോക്രോമാഫിൻ സെൽസ് എന്നാണ്. ഇത് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞു. 5T ഉണ്ടാവുന്നത് ഏറ്റവും അധികം 90% 5T ഉണ്ടാവുന്നത് ഈ എൻഡറോക്രോമാഫിൻ സെൽസിൽ നിന്നാണ്. അപ്പോൾ ഈ സെൽസിനെ ആക്ടിവേറ്റ് ചെയ്താൽ, ഈ സെൽസ് വയറ്റിൽ എന്തെങ്കിലും ഇറിറ്റേഷൻ വന്നാൽ, സോ ഇറിറ്റേഷൻ ഇൻ ദ വയർ ഓർ ഗട്ട്, GIT. ഭക്ഷണം കഴിച്ച് അമിതമായിട്ട് ഭക്ഷണം കഴിച്ചതൊന്ന് സ്റ്റിമുലേറ്റഡ് ആയാൽ, ഡിസ്റ്റൻഡഡ് ആയാൽ, ഡിസ്റ്റൻഷൻ വന്നാൽ, വികസിച്ചാൽ, അല്ലെങ്കിൽ റേഡിയേഷൻസ് മൂലമുള്ള ഇഞ്ചുറി വന്നാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ബാക്ടീരിയ മൈക്രോ ഓർഗാനിസം മൂലമുള്ള ഇൻഫെക്ഷൻ ഇവിടെ ഉണ്ടായാൽ, GIT-ൽ ഉണ്ടായാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും മരുന്നുകൾ മൂലം, ഉദാഹരണം ആന്റി ക്യാൻസർ ഡ്രഗ്സ്, സിസ്പ്ലാറ്റിൻ പോലെയുള്ള ആന്റി ക്യാൻസർ ഡ്രഗ്സ്, സൈറ്റോടോക്സിക് ഡ്രഗ്സ് ആക്ടിവേറ്റഡ് ആയാൽ എന്ത് സംഭവിക്കും? ഈ സെൽസ് എല്ലാം ഉത്തേജിതരാകും. ഈ സെൽസ് ഉത്തേജിതരായി കഴിഞ്ഞാൽ എന്ത് വിടും? അവിടെ നിന്ന് 5HT വിടും. 5HT വിൽ ബി റിലീസ്ഡ്. സോ 5HT ഇവിടെ നിന്ന് വിട്ടു കഴിഞ്ഞാൽ ഇവിടെ ഒരു പാത്വേ ഉണ്ട്. ഇവിടെ ഒരു പാത്വേ എന്ന് പറയുന്നത്, ആ പാത്വേ നമ്മൾ എക്സ്ട്രിൻസിക് പാത്വേ എന്നാണ് നമ്മൾ വിളിക്കുക. 5T മാത്രമല്ല കേട്ടോ, ഇവിടുന്ന് സബ്സ്റ്റൻസ് P കൂടി വിടുന്നുണ്ട്. അത് നമ്മൾ പിന്നെ പറയാം. ഓക്കെ, സോ ഇവിടെ നിന്ന് ഇത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഈ നെർവ്, വാഗസ് നെർവ്, ഇത് വാഗസ് നെർവിന്റെ സെൽ ബോഡിയാന്ന് കരുതുക. ഇവിടെ ഈ നെർവ് ഇവിടെ ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ ഇവിടെ ഒരു റിസപ്റ്റർ ഉണ്ട്. ഈ റിസപ്റ്ററാണ് നമ്മുടെ 5HT3 റിസപ്റ്റേഴ്സ്. 5HT3 റിസപ്റ്റർ ഇവിടെ വിടുന്ന 5HT ഇവിടെ 5HT3 റിസപ്റ്ററിൽ പിടിക്കുന്നു. സോ ദിസ് നെർവ് ഗെറ്റ്സ് ആക്ടിവേറ്റഡ്. ഈ നെർവിനെ നമ്മൾ വിളിക്കുക എക്സ്ട്രിൻസിക് പ്രൈമറി ന്യൂറോൺ ആണ് എന്നാണ് പറയാം. സോ 5HT ഇവിടെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ 5HT3 റിസപ്റ്റേഴ്സിൽ പിടിച്ചു കഴിഞ്ഞാൽ ഇത് ആക്ടിവേറ്റഡ് ആകും. ഇത് ഇവിടെ പോയി അറിയിക്കുക. ന്യൂക്ലിയസ് ട്രാക്ടർ സോളിറ്റാരിസിലുള്ള 5HT3 റിസപ്റ്റേഴ്സ് ആക്ടിവേറ്റഡ് ആകും. സോ ഇറ്റ് ഇസ് എ വോമിറ്റിംഗ് സെന്റർ. ഛർദിൽ തുടങ്ങും. നമ്മുടെ മരുന്നുകൾ ഇവിടെയാണ് തടയുക. നമ്മുടെ മരുന്നുകൾ ഇവിടെ 5HT3 ആണ് തടയുക. ഈ 5HT3 പിടിക്കുന്നതിന് പകരം അവിടെ നമ്മുടെ മരുന്നുകൾ അവിടെ കയറിയിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ 5HT3 റിസപ്റ്റർ ബ്ലോക്കേഴ്സ് ഓർ 5HT3 റിസപ്റ്റർ ആന്റഗോണിസ്റ്റ് എന്ന് പറയും. സോ ഇവിടെ എന്താ ഗുണം? ഇവിടുന്നാണ് ഛർദിൽ തുടങ്ങുന്നത്. ഈ തുടക്കത്തിൽ തന്നെ ഒരു ഇമ്പൾസ് ഉണ്ടാക്കാവുന്ന ആ ഇമ്പൾസ് തന്നെ തുടക്കത്തിൽ തന്നെ തടയിടപ്പെടുകയാണ്. സോ ഇവിടെ വാഗസ് നെർവ് ഉത്തേജിതരാവുന്നില്ല. സോ ന്യൂക്ലിയസ് ട്രാക്ടർ സോളിറ്റാരിസ് ഉത്തേജിതരാവുന്നില്ല. വോമിറ്റിംഗ് സെന്റർ പ്രവർത്തിക്കുന്നില്ല. സോ ഇത് നമ്മൾ എക്സ്ട്രിൻസിക് പാത്വേ ആണ് പറഞ്ഞത്. വയറ്റിൽ നിന്ന് വേറെ ഇൻട്രിൻസിക് പാത്വേ ഉണ്ട്, ഡോപ്പമിൻ ഒക്കെ പോകുന്ന പാത്വേ ഉണ്ട്. അതും ഇവിടെ വർക്ക് ചെയ്യാം. അതിനെ തടയുന്നുണ്ടോ? അതിനെ തടയുന്നില്ല. അപ്പൊ അപ്പോമോർഫിൻ പോലെയുള്ള മരുന്നുകൾ കഴിച്ചാൽ അത് D2-നെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യുക. അതുമൂലമുള്ള ഛർദിൽ തടയുന്നില്ല. ദെൻ ചെവിയിൽ നിന്ന് വരുന്ന അത് അവിടെ നിന്ന് 2 റിസപ്റ്റർ ഉണ്ട്. ഹിസ്റ്റമിൻ 1 റിസപ്റ്റർ, M3 റിസപ്റ്റർ ആണ്. അതിനെ തടയുന്നുണ്ടോ? അതിനെ തടയുന്നില്ല. സോ യാത്ര പോകുമ്പോൾ ഉണ്ടാകുന്ന മോഷൻ സിക്നസ്, അല്ലെങ്കിൽ ശരീരത്തിന്റെ ഭാഗങ്ങൾ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അങ്ങനെയുള്ള ഛർദിലൊന്നും തടയുന്നില്ല. സോ ഇതെല്ലാം തടയാത്തതിന് കാരണം ഇതാണ്. ഇതിനൊന്നും റിസപ്റ്റർ ഇവിടെ തടയുന്നില്ല. ഇവിടെയാണ് ഇത് കൂടുതലായിട്ട്. സോ ദീസ് ഡ്രഗ്സ് ആക്ട് ഹിയർ പെരിഫറലി ആണ് കൂടുതൽ ആക്ട് ചെയ്യുക. ഇത് നമ്മൾ സെൻട്രൽ 5HT3 റിസപ്റ്റേഴ്സ് എന്നാണ് വിളിക്കുക. NTS-ലും ഏരിയ പോസ്ട്രീമോ അല്ലെങ്കിൽ CTZ-ലൊക്കെ ഉള്ളതിന് നമ്മൾ സെൻട്രൽ 5HT3 റിസപ്റ്റർ. അതിലും ആക്ഷൻ ഉണ്ട്, പക്ഷെ അത് കുറവാണ്. ഇവിടെ ദിസ് ഏരിയ വയറ്റിനകത്ത് തന്നെയുള്ള പെരിഫറൽ 5HT3 റിസപ്റ്റേഴ്സിലാണ് ഇത് കൂടുതൽ ആയിട്ട് ആക്ട് ചെയ്യുക. ആൻഡ് ഇത് നല്ല ഒന്നാന്തരമായിട്ട് വൃത്തിയായിട്ട് ഭംഗിയായിട്ട് തടയുകയും ചെയ്യും ഇവിടെ. അതുകൊണ്ട് തുടക്കം, ആ ഛർദിൽ ഉണ്ടാകാന്നുള്ള തുടക്കം, പ്രകോപനം തന്നെ അങ്ങോട്ട് ഇല്ലാതാക്കുകയാണ്. സോ സിമ്പിളായിട്ട് പറഞ്ഞാൽ എല്ലാത്തരം ഛർദിലും തടയില്ല എന്ന് നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും. ഇപ്പൊ യാത്രയിലെ ഛർദിൽ, മോഷൻ സിക്നസ്, ചെവിയിൽ നിന്ന് വരുന്നത് അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഡോപ്പമിൻ മൂലമുള്ള ഛർദിൽ, ഇതൊന്നും തടയാനായിട്ടുള്ള കപ്പാസിറ്റി ഇവയ്ക്ക് ഇല്ല. അതിന്
നമ്മൾ ആന്റിഹിസ്റ്റമിൻസോ അല്ലെങ്കിൽ ഹയോസിൻ പോലെയുള്ള മരുന്നുകളോ ഡോംപെരിഡോൺ പോലെയുള്ള ഡോപ്പമിൻ ബ്ലോക്കറോ അങ്ങനെയൊക്കെ ഉപയോഗിക്കേണ്ടി വരും എന്നുകൂടി മനസ്സിലാവുമ്പോഴാണ് നമുക്ക് ഈ മരുന്നുകൾ എവിടെയെല്ലാം ഉപയോഗിക്കാമെന്ന് കൃത്യമായിട്ട് മനസ്സിലാകും. അപ്പൊ നമുക്കിനി വിവിധ മരുന്നുകൾ ഒന്ന് കണ്ടിട്ട് ഇവയുടെ ഉപയോഗങ്ങളിലേക്ക് വരാം. ഓൺഡാൻസെട്രോൺ ആണ് ആദ്യത്തെ മരുന്ന്. ബയോ അവൈലബിലിറ്റി കുറച്ച് കുറവാണ്, ഒരു 60 to 70% മാത്രമേ ഉള്ളൂ. മാത്രമല്ല ഫസ്റ്റ് ക്ലാസ് മെറ്റബോളിസത്തിന്റെ പ്രശ്നവും ഉണ്ട്. എന്റെ ടി ഹാഫ് എന്ന് പറയുന്ന ഒരു 3 to 5 മണിക്കൂറൊക്കെ ഉള്ളൂ. സോ പരമാവധി അതിന്റെ ആക്ഷൻ ഒരു 8 to 12 മണിക്കൂറൊക്കെയാണ് കിട്ടുക. അതുകൊണ്ട് ദിവസം TID 3 നേരം കൊടുക്കേണ്ടി വരും. 2 നേരമോ അല്ലെങ്കിൽ 3 നേരം കൊടുക്കേണ്ടി വരുന്ന മരുന്നാണ് ഓൺഡാൻസെട്രോൺ എന്ന് പറയുന്നത്. പല രീതിയിൽ കൊടുക്കാം. ഇപ്പോൾ ഗുളികയായിട്ട് കൊടുക്കാം. ദെൻ ഗുളികയായിട്ട് കൊടുത്താൽ എന്താ, ഛർദിലുള്ളപ്പോൾ ഗുളികയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, അത് ഛർദ്ദിച്ച് പോകും ചിലപ്പോൾ എങ്കിലും. ദെൻ കുത്തിവെപ്പ് ഇൻട്രാമസ്കുലർ കൊടുക്കാം, IV നമുക്ക് കൊടുക്കാം, ഈവൻ റെക്ടലി കൊടുക്കാം. സോ വിവിധ റൂട്ടുകളിൽ കൊടുക്കാവുന്ന ഒരു മരുന്നാണ് ഓൺഡാൻസെട്രോൺ എന്ന് പറയുന്ന മരുന്ന്. ഓൺഡാൻസെട്രോണിന് ഒരു ചെറിയൊരു പ്രശ്നം പറയുകയാണെങ്കിൽ 5HT4 എന്ന് പറയുന്ന റിസപ്റ്റേഴ്സ് ഉണ്ട്. അതിനെ ഒന്ന് തടയാനായിട്ടുള്ള ചെറിയ ഒരു ടെൻഡൻസി ഉണ്ട്. ഭയങ്കരമായിട്ടുള്ള കാര്യമായിട്ടുള്ള ഒന്നുമില്ല, എങ്കിലും അതുണ്ട് എന്ന് മനസ്സിലാക്കുക. ആൻഡ് മറ്റൊരു മരുന്ന് ഗ്രാനിസെട്രോൺ ആണ്. ഗ്രാനിസെട്രോൺ ഓൺഡാൻസെട്രോണിനേക്കാൾ നോക്കുകയാണെങ്കിൽ 10 ഇരട്ടി പൊട്ടന്റ് ആണ്. ദിവസം 2 നേരം കൊടുത്താൽ മതി, 3 നേരം വേണ്ടി വരത്തില്ല എന്നൊരു ഗുണമുണ്ട്. അപ്പൊ 12 മണിക്കൂറെങ്കിലും അതിന്റെ ആക്ഷൻ നിൽക്കുന്നുണ്ട്. ആൻഡ് ഗുളികയുണ്ട്. ആൻഡ് ഓൾസോ ഇഞ്ചക്ഷൻ ഈസ് ഓൾസോ അവൈലബിൾ. 5HT4 പ്രവർത്തനം ഇല്ല, അതൊരു ഗുണമാണ്. അടുത്തത് മരുന്ന് പലോണസെട്രോൺ ആണ്. ഇത് പുലിയാണ്, പേര് പലോണോസെട്രോൺ ആണ്. ആൻഡ് 5HT3 ഏറ്റവും കൂടുതൽ അഫിനിറ്റി, അതിൽ ഒട്ടിച്ചേരാനുള്ള കപ്പാസിറ്റി ഉള്ളവനാണ്. ആൻഡ് ദ മോസ്റ്റ് പൊട്ടന്റും ഇവൻ തന്നെയാണ്, ഏറ്റവും കൂടുതൽ. അപ്പൊ മരുന്നിന്റെ അളവ് ഏറ്റവും കുറച്ച് കൊടുത്താൽ മതി എന്നുള്ളതാണ് അതിന്റെ ഗുണം. ആൻഡ് ഓൾസോ മോസ്റ്റ് ലോങ് ആക്ടിങ് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഈ പ്രോപ്പർട്ടി ഓഫ് പലോണസെട്രോൺ ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ലോങ് ആക്ടിങ് ഡ്രഗ് ആണ്. ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് 40 hours ആണ്. അപ്പൊ അതിന്റെ പ്രവർത്തനശേഷി ഒരു ദിവസത്തിൽ എന്തായാലും കൂടുതലായിട്ട് കിട്ടും. ഗുളികയുണ്ട്. ആൻഡ് ഓൾസോ ഇഞ്ചക്ഷൻ ഈസ് ഓൾസോ അവൈലബിൾ. പക്ഷേ ഇതിനൊരു ചെറിയ പ്രശ്നമുള്ളത്, ഇപ്പോൾ CYP2D6 പോലെയുള്ള എൻസൈം, CYP1A2 പോലെയുള്ള എൻസൈം, 3A4 പോലെയുള്ള CYP എൻസൈംസ് ഒക്കെ ആയിട്ട് പ്രവർത്തനമുണ്ട്. അതുവഴിയാണ് നശിക്കുക. സോ ഇവയെ തടയുന്ന മരുന്നുകൾ ഇവയുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന മരുന്നുകളൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടി വരും. ഇതിന്റെ അളവുകളിൽ വ്യത്യാസം വരുത്താം. വേറൊരാള് റാമോസെട്രോൺ ആണ്. റാമോസെട്രോൺ എന്ന് പറയുന്ന മരുന്നും നല്ല പൊട്ടന്റ് ആണ്, അത്യാവശ്യം നല്ല പൊട്ടന്റ് ആണ്. ആൻഡ് ഓൾസോ ലോങ് ആക്ടിങ് ആണ്. ദിവസം 1 നേരം കൊടുത്താൽ മതി എന്നുള്ളതാണ് ഗുണം. ഈ മരുന്നുകളെ കുറിച്ച് നമുക്ക് പുറകെ പറയാം, ഉപയോഗങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയാം. അപ്പോൾ ഉപയോഗങ്ങൾ, യൂസസ് ഓഫ് ദീസ് 5HT3 antagonist or സെട്രോൺസിന്റെ ഉപയോഗങ്ങളാണ് നമ്മൾ പറയാം. ഇവ കണ്ടുപിടിച്ചത് പ്രധാനമായിട്ടും 2 കണ്ടീഷൻസിന് വേണ്ടിയാണ്. ഒന്ന്, കീമോതെറാപ്പി ഇൻഡ്യൂസ് നൗസിയ ആൻഡ് വോമിറ്റിംഗ്. ക്യാൻസറിനെതിരെ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഛർദിലിനെതിരെയാണ് കീമോതെറാപ്പി ഇൻഡ്യൂസ് നൗസിയ വോമിറ്റിംഗ് എന്നാണ് പറയാം. ദെൻ കീമോതെറാപ്പി പോലെ തന്നെ ക്യാൻസറിന് കൊടുക്കുന്നതാണ് റേഡിയോതെറാപ്പി. സോ റേഡിയോതെറാപ്പി ഇൻഡ്യൂസ് നൗസിയ ആൻഡ് വോമിറ്റിംഗ്. സോ ഇത് രണ്ടുമാണ് ഈ മരുന്നുകളുടെ പ്രധാന ഉദ്ദേശം. ഇവ മൂലമുണ്ടാകുന്ന ഛർദിലിനെതിരെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക മരുന്നുകളാണിത്. പക്ഷെ നമ്മളിത് ലോക്കൽ ഛർദിലിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് വേറൊരു കാര്യമാണ്. സോ ഈ ഛർദിൽ 2 തരത്തിലുണ്ടാകാം. ഒന്ന്, മരുന്ന് കൊടുത്ത്, ആന്റി ക്യാൻസർ മരുന്നാണ് ഞാൻ പറയുന്നത്, അത് കൊടുത്ത ഉടൻ 24 മണിക്കൂറിനകം ഉണ്ടാകുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുക അക്യൂട്ട് ഫേസ് എന്നാണ്. അക്യൂട്ട്, ഉടൻ ഉണ്ടാകുന്ന ഛർദിൽ. രണ്ടാമത്തത് 24 മണിക്കൂറിന് ശേഷം, ഇപ്പോൾ 2 to 5 ദിവസത്തിനകം ഉണ്ടാകുന്നതാണെങ്കിൽ അതിന് ഡിലേഡ് നൗസിയ ആൻഡ് വോമിറ്റിംഗ്. ഡിലേഡ് കീമോതെറാപ്പി ഇൻഡ്യൂസ് നൗസിയ വോമിറ്റിംഗ് ആൻഡ് അക്യൂട്ട്. ഇങ്ങനെ 2 കണ്ടീഷൻസ് ആണ് ഉണ്ടാവുക ഈ മരുന്നുകൾ കൊടുക്കുമ്പോൾ. ഛർദിൽ ഉണ്ടാവുക, ക്യാൻസറിനുള്ള മരുന്നുകൾ കൊടുക്കുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ആദ്യം പറയുന്ന അക്യൂട്ടിനാണെങ്കിൽ നമുക്ക് ഓൺഡാൻസെട്രോൺ കൊടുക്കാം, ഗ്രാനിസെട്രോൺ കൊടുക്കാം, റാമോസെട്രോൺ. സോ ഇത് 3ഉം അക്യൂട്ട് കേസസിലാണ് കൊടുക്കുക. 24 മണിക്കൂറിനകം ഉണ്ടാകുന്ന ഛർദിലാണ് കൊടുക്കുക. ബട്ട് ദിസ് ഡിലേഡിന് കൊടുക്കാവുന്നത് പാലോണോസെട്രോൺ. സോ പാലോണോസെട്രോൺ ഈസ് ദ ഓൺലി വൺ ഡ്രഗ് വി ഗിവ് ഫോർ ദിസ് ഡിലേഡ്. എന്താ വെച്ചാൽ ഇത് ലോങ് ആക്ടിംഗ് ആണ്, നല്ല 40 hours ആണ് T-half എന്ന് പറയുന്നത്. മാത്രമല്ല അടുത്ത ആന്റി ക്യാൻസർ തെറാപ്പി സൈക്കിൾസ്, ആൻഡ് ക്യാൻസർ തെറാപ്പി നമുക്കറിയാം പല സൈക്കിൾസ് ആയിട്ടാണ്, ആ സൈക്കിൾസിനും ഉപയോഗിക്കാം. സോ അക്യൂട്ട്, ഇൻ കേസ് ഓഫ് അക്യൂട്ട് സാധാരണ നമ്മൾ ഈ മരുന്നുകൾ മാത്രമല്ല 5HT3 antagonist മാത്രമൊന്നുമല്ല കൊടുക്കുക. വി വിൽ ഗിവ് ന്യൂറോകൈനിൻ ഇൻഹിബിറ്റേഴ്സ്. ഉദാഹരണത്തിന് അപ്രിപിറ്റന്റ് പോലെയുള്ള മരുന്നുകൾ നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് ലൈക്ക് ഡെക്സാമെത്തസോൺ നമ്മൾ കൊടുക്കും. അല്ലെങ്കിൽ പ്രോമെത്താസിൻ പോലെയുള്ള മരുന്നുകൾ, അല്ലെങ്കിൽ ഡയസിപ്പാം പോലെയുള്ള മരുന്നുകൾ. സോ ഇങ്ങനെയൊക്കെയുള്ള മരുന്നുകളായിരിക്കും നമ്മൾ കൂടുതൽ ഇതിനൊപ്പം ഉപയോഗിക്കുക. സോ ഇതിലേതെങ്കിലുമൊക്കെ കോമ്പിനേഷൻ ആയിട്ടായിരിക്കും 5HT3 പ്ലസ് ദീസ് ഡ്രഗ്സ് ആയിരിക്കും നമ്മൾ സാധാരണ ഉപയോഗിക്കുക. ഇനി ഓൺഡാൻസെട്രോണിന്റെ കാര്യം പറയുകയാണെങ്കിൽ, മുതിർന്നവരിൽ ഓൺഡാൻസെട്രോണിന്റെ ഡോസ് എന്ന് വെച്ചാൽ സാധാരണ 4 to 8 മില്ലിഗ്രാം ആണ്. 3 നേരം വീതം കൊടുക്കും. ഓക്കെ, 3 നേരം TID ആണ് നമ്മൾ
കൊടുക്കുക. കുട്ടികളിൽ സാധാരണ 2 മില്ലിഗ്രാം ഒക്കെ മതിയാകും. ഓക്കെ, CNVയിൽ നമ്മൾ ഉപയോഗിക്കുക 8 മില്ലിഗ്രാം വീതം. ആദ്യം നമ്മൾ ഒരു അരമണിക്കൂർ ഈ കീമോതെറാപ്പി കൊടുക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് കൊടുക്കും. പിന്നീട് നമ്മൾ 2 ഡോസ് കൊടുക്കുക. 4 മണിക്കൂർ ഇടവിട്ടായിരിക്കും. 4 മണിക്കൂർ ഇടവിട്ട് 2 ഡോസുകളായിരിക്കും കൊടുക്കുക. അപ്പോൾ നമ്മളൊരു 16-24 മില്ലിഗ്രാം വരെ തവണകളായിട്ട് സ്പ്ലിറ്റ് ചെയ്തൊക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുക. ഗ്രാനിസെട്രോണോ, സോ ഇത് ഓണ്ടാൻസെട്രോൺ ആണ്. ഗ്രാനിസെട്രോൺ നമ്മൾ കൊടുക്കുക 1 to 3 മില്ലിഗ്രാം IV ആയിട്ടായിരിക്കും ആദ്യം കൊടുക്കുക. അത് അരമണിക്കൂർ മുമ്പായിരിക്കും കൊടുക്കുക. പിന്നീട് 12 മണിക്കൂർ ഇടവിട്ട് കൊടുക്കാം. ഓറലാണെങ്കിൽ 2 മില്ലിഗ്രാമിന്റെ ഗുളികയുണ്ട്. രാമോസെട്രോൺ ആണെങ്കിൽ നമ്മൾ കൊടുക്കുക 0.3 മില്ലിഗ്രാം IV ആദ്യം അങ്ങോട്ട് കൊടുക്കും. സോ ഒരു ദിവസം മൊത്തം ഫലമുണ്ട്, അതുകൊണ്ട് നിൽക്കുമായിരിക്കും. പലോണോന്റെ ഡോസ് എന്ന് പറയുന്നത് 250 മൈക്രോഗ്രാം ആണ് കേട്ടോ. ഇത് മില്ലിഗ്രാം അല്ല, മൈക്രോഗ്രാം ആണെന്ന് പ്രത്യേകം ഓർക്കുക. IV പതിയായിരിക്കും നമ്മൾ കൊടുക്കുക. ദെൻ പിന്നീട് കൊടുക്കേണ്ട ആവശ്യം വരില്ല, ബിക്കോസ് ഇറ്റ്സ് ഹൈലി ലോങ് ആക്ടിംഗ് ഡ്രഗ് ആണ്. സോ ഇതാണ് CINV ഓർ RINVയിൽ നമ്മൾ കൊടുക്കുന്ന ഡോസ്. ദെൻ പിന്നെ ഉള്ളത് നമ്മൾ കൊടുക്കുക അടുത്തത് PONV എന്ന് എഴുതാം. എല്ലാം NV ആയി കിടക്കട്ടെ. PO മീൻസ് പോസ്റ്റ് ഓപ്പറേറ്റീവ്. ഛർദിൽ ഉണ്ടാകും അല്ലെ, ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെ ഛർദിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ വയറ്റിലാണ് ഓപ്പറേഷൻ അതൊക്കെ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് തടയാനായിട്ട് നമ്മൾ കൊടുക്കും. അപ്പോൾ ഓണ്ടാൻസെട്രോൺ ഒരു 4 to 8 മില്ലിഗ്രാം 4 മണിക്കൂർ ഇടവിട്ടായിരിക്കും കൊടുക്കുക. ഗ്രാനിസെട്രോൺ ഒരു 1 മില്ലിഗ്രാം ഒക്കെ ആയിരിക്കും കൊടുക്കുക. പിന്നീട് 1 മില്ലിഗ്രാം 12 മണിക്കൂർ ഇടവിട്ട്. പലോണസെട്രോൺ ആണെങ്കിൽ വെറും 75 മൈക്രോഗ്രാം ഒക്കെ കൊടുത്താൽ മതി. ഓക്കെ, ബിഫോർ അനസ്തീഷ്യ ഇൻഡക്ഷന് മുമ്പ് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ കാര്യം ഓക്കെ ആണ് നമുക്ക് പലോണസെട്രോൺ. ഇനി ഈ മരുന്നുകൾക്ക് മറ്റൊരു ഉപയോഗമുണ്ട്, പ്രത്യേകിച്ച് ദിസ് രാമോസെട്രോൺ എന്ന് പറയുന്ന മരുന്നും നമ്മളിവിടെ എഴുതാത്ത അലോസെട്രോണും കൂടിയുള്ള ഉപയോഗമാണ്. അത് ഡയറിയയിലാണ്. ഡയറിയ മീൻസ് വയറിളക്കം. അത് അല്ല, ഈ മരുന്ന് ചെറുതായിട്ട് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കണം. ഓക്കെ, ബിക്കോസ് 5T നമ്മൾ പറഞ്ഞു GI മോട്ടിലിറ്റി കൂട്ടുന്ന മരുന്നാണെന്ന് നമുക്കറിയാം. സോ വയറിളക്കം ഉണ്ടെങ്കിൽ അത് തടയാനായിട്ട് ഈ മരുന്ന് കൊടുക്കാം. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയറിളക്കം എല്ലാ കേസിലുമല്ല. വയറിളക്കം ഡ്യൂ ടു അല്ലെങ്കിൽ ഡയറിയ പ്രിഡോമിനന്റ് IBS ആണ്. IBS എന്ന് വെച്ചാൽ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ആണ്. സോ IBS വിത്ത് ഡയറിയ കേസുകളിൽ രാമോസെട്രോൺ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. മറ്റൊരു മരുന്ന് കൂടിയുണ്ട്, നമ്മൾ പറഞ്ഞു അലോസെട്രോണിനെ കുറിച്ച് നമ്മൾ പറയാം. ഇനി എന്തിനൊക്കെ ഉപയോഗിക്കാന്ന് വെച്ചാൽ മറ്റു മരുന്നുകൾ മൂലമുള്ള അവയുടെ സൈഡ് എഫക്റ്റ് ആയിട്ടുള്ള ഓവർഡോസ് മൂലമുള്ള ഛർദിൽ എക്സെപ്റ്റ് ഡോപ്പമിൻ വഴിയുള്ള ഛർദിലിന് പ്രയോജനമില്ല, നമ്മൾ ഓൾറെഡി കണ്ടു. ദെൻ GI ഡിസ്ട്രസ് അല്ലെങ്കിൽ ഡിസോർഡേഴ്സിനുള്ള പല ഛർദിൽ, യൂറീമിയ ബ്ലഡ് ലെവലിൽ യൂറിയ ഒക്കെ കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഛർദിൽ, ന്യൂറോളജിക്കൽ ഇഞ്ചുറീസ് മൂലമുള്ള ഛർദിൽ. സോ ഇങ്ങനെയൊക്കെയുള്ള ഛർദിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഗർഭിണികളിലെ ഛർദിൽ കൊടുക്കാമോ എന്ന് നമ്മൾ ചോദിക്കും. സാധാരണ രീതിയിൽ ഇത് കൊടുക്കാറില്ല. ഗർഭിണികളിലെ ഛർദിൽ നമ്മൾ വേറെ മരുന്നുകളാണ് നമ്മൾ ആന്റിഹിസ്റ്റമിൻസിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഹൈപ്പറീമിയ ഗ്രാവിഡാരിയം എന്ന് പറയുന്ന കണ്ടീഷൻ എന്ന് വെച്ചാൽ അമിതമായിട്ടുള്ള ഛർദിൽ ഓഫ് ഗർഭിണീസ്, അതിന് നമുക്ക് ഇത് കൊടുക്കാം. സോ ഈ കണ്ടീഷനാണ് ഹൈപ്പറീമിയ ഗ്രാവിഡാരം പോലെയുള്ള അമിത ഛർദിൽ കേസുകളിൽ നമുക്ക് കൊടുക്കാം. അപ്പൊ ഇനി നമുക്ക് പറയേണ്ടത് അഡ്വേഴ്സ് എഫക്ട് ഓർ സൈഡ് എഫക്ട് ഓഫ് ദീസ് 5T3 ആന്റഗോണിസെട്രോൺസിനാണ്. കാര്യമായിട്ടുള്ള ഒന്നുമില്ല. ഓണ്ടാൻസെട്രോൺ പോലെയുള്ള മരുന്നുകൾ തലവേദന, ഹെഡേക്ക് ഉണ്ടാക്കാം, മയക്കം ഉണ്ടാക്കാം, ക്ഷീണം ഉണ്ടാക്കാം, അല്ലെ, അങ്ങനത്തെ പ്രശ്നമുണ്ട്. ദെൻ ഇത് വയറിളക്കം കുറയ്ക്കുന്ന പറയുമ്പോൾ തന്നെ നമുക്ക് എഴുതാവുന്ന സൈഡ് എഫക്റ്റ് ആണ് മലബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റിപ്പേഷൻ ആണ്. ഞാൻ മലയാളത്തിൽ എഴുതി അങ്ങ് പോയി. ദെൻ വയറ്റിൽ ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാക്കാം. പിന്നെ മുഖത്തൊക്കെ ചൂട്, ഫ്ലഷിംഗ് എന്നാണ് അതിന് പറയാ. ഫ്ലഷിംഗ് ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോഴുള്ള ചൂട്, ഹിക്കഫ്, കുറച്ചു നേരം നീണ്ടു നിൽക്കുന്ന ഹിക്കഫ്, എക്കിൽ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാം. ഇതൊക്കെയാണ് സാധാരണ പ്രശ്നങ്ങൾ. IV ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഫിഗീവ് IV നോക്കി വെക്കേണ്ടത് ഹൈപ്പോടെൻഷൻ ചിലപ്പോൾ ഉണ്ടാക്കാം, ബ്ലഡ് പ്രഷർ ഒന്ന് താഴാം, ദെൻ ബ്രാഡികാർഡിയ ഹൃദയമിടിപ്പൊന്ന് കുറയാം, ബ്രാഡികാർഡിയ കുറയലാണ്. ദെൻ കൊടുത്ത് ഇച്ചിരി കൂടുതലാണെങ്കിൽ അലർജിയും ചിലപ്പോൾ ഉണ്ടാക്കിയേക്കാം. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന അഡ്വേഴ്സ് എഫക്ട്. പലോണസെട്രോൺ നമ്മൾ പ്രത്യേകം പറഞ്ഞു ഡ്രഗ് ഇന്ററാക്ഷൻസ് ഉണ്ടാക്കും. ബിക്കോസ് CYP2D6, 1A2, 3A4 അതിനൊക്കെ ഇന്ററാക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് മോക്സിഫ്ലോക്സാസിൻ പോലെയുള്ള മരുന്നുകൾ, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന എറിത്രോമൈസിൻ പോലെയുള്ള മരുന്നുകൾ, ആന്റി സൈക്കോട്ടിക്സ്, ആന്റി ഡിപ്രസൻസ്. സോ ഇങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാരിൽ ചിലപ്പോൾ QT പ്രൊലോങ്ങേഷനുള്ള സാധ്യത വർദ്ധിപ്പിക്കാൻ ഇടയുണ്ട്. അപ്പൊ ഇനി നമുക്ക് പറയേണ്ടത് അലോസെട്രോൺ എന്ന് പറയുന്ന മരുന്നിനെ കുറിച്ചൊന്ന് പറയണം. അലോസെട്രോൺ ഒക്കെ എന്തുകൊണ്ട് നമ്മൾ പിറകെ പറയുന്നു എന്ന് ചോദിച്ചാൽ, അലോസെട്രോൺ ഒരിക്കലും ഉപയോഗിച്ചിട്ടുള്ള മരുന്നാണ്. പക്ഷെ വയറ്റിൽ ഇഷ്കീമിക്കോളൈറ്റിസ് എന്ന് പറയുന്ന ഒരു പ്രശ്നം ഈ മരുന്നുണ്ടാക്കി. അതുമൂലം ഈ മരുന്ന് നിരോധിച്ചു. പക്ഷെ പിൻവലിച്ചു കഴിഞ്ഞാലും പിന്നെ ഒരിക്കൽ തിരിച്ചു വരുന്നത് സ്ത്രീകളിൽ. സോ ദീസ് ഡ്രഗ്സ് അലോസെട്രോൺ ഓൺലി യൂസ്ഡ് ഇൻ ഫീമെയിൽസ്. എവിടെയാണ്? ഡയറിയ ഇൻ IBS, ഡയറിയ പ്രൊഡോമിനന്റ് IBS എന്നാണ് അതിന് പറയാ. സ്ത്രീകളിൽ മാത്രം ഇറിറ്റബിൾ ബവൽ സിൻഡ്രോമിൽ ഇത് ഉപയോഗിക്കാനായിട്ട് FDA അനുമതി ഉണ്ട്. T half കുറവാണ് എങ്കിലും 10 മണിക്കൂർ എങ്കിലും ഇതിന്റെ ആക്ഷൻ ഉണ്ട്. സോ ഈ
കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മരുന്ന് തുടർച്ചയായിട്ട് ദീർഘനാൾ ഉപയോഗിക്കേണ്ടുന്ന ഒരു കണ്ടീഷനാണ്. 2-3 ദിവസം ഉപയോഗിച്ചിട്ട് നിർത്തുന്നതല്ല. അപ്പോൾ ഒരു 1 മില്ലിഗ്രാം 2 നേരം ദിവസം പരമാവധി ഡോസ് ആയിട്ടൊക്കെ ആയിരിക്കും കൊടുക്കുക. ഇനിയുള്ളത് വേറെ മരുന്നുകൾ നമ്മൾ പറഞ്ഞത് അസാസെട്രോൺ ആണ്. അസാസെട്രോൺ നമ്മൾ കൊടുക്കുക 10 മില്ലിഗ്രാം 1 നേരം മതി. IV-യും അവൈലബിൾ ആണ്. ഇതെല്ലാം ഇന്ത്യയിൽ അവൈലബിൾ ആയിരിക്കണമെന്നില്ല കേട്ടോ. ഡോലാസെട്രോൺ എന്ന് പറയുന്നത് 50 മില്ലിഗ്രാം മുതൽ 200 മില്ലിഗ്രാം വരെ ഇഞ്ചക്ഷൻ ആയിട്ടൊക്കെ കൊടുക്കാം. 12.5 മില്ലിഗ്രാം ആയിരിക്കും ഇഞ്ചക്ഷൻ. ദെൻ ഇൻഡിസെട്രോൺ ഉണ്ട്, ട്രോപ്പിസെട്രോൺ, ഇങ്ങനെയൊക്കെയുള്ള മരുന്നുകളും അവൈലബിൾ ആണ്. വിവിധ രാജ്യങ്ങളിലും ഒക്കെ അവൈലബിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന 5HT3 വിഭാഗം അന്റഗോണിസ്റ്റുകളാണ്. സോ ഏറ്റവും ഫേമസ് നമ്മൾ ലോക്കലി ഉപയോഗിക്കുന്നത് ഓൺഡാൻസെട്രോൺ ആണ്. So that's all in this video. Thank you for watching.